എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഇവിടെ കൂടെയുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മൈഥിലിയാണ്. ഹലോ മൈഥിലി. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെന്താ? സമൂഹ മാധ്യമങ്ങളിൽ അത്രയധികം സജീവമല്ലാത്ത മൈഥിലിയെ അതേ സമൂഹ മാധ്യമങ്ങൾ ഇത്രയധികം ആക്രമിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ട് എന്താ കാര്യം? വാരിക്കുന്തം കൊണ്ടാ തലേ വരാം. അനുഭവിച്ചല്ലേ പറ്റൂ. എന്താ ഞാൻ പറയണോ അതിനെ കുറിച്ച്? എന്താണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും എഴുതും, അപ്പുറത്തുനിന്ന് വാല് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കുക. ഒക്കെ ഒരു അലവലാദികളാ, നീ അത് കാര്യാക്കണ്ട. ഇത് എന്താണിത്, ഏതാണിത് ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നു. എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം. അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല. ജീവിതത്തിനെയും കൂടെ കേറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതിനും പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നമ്മള് കല്യാണം കഴിക്കുക, കല്യാണം പോലും വിട്ട് കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിമാണ് നിങ്ങൾക്ക്. നല്ലത് നന്നായി ജീവിച്ചൂടെ? അതെ അല്ലേ? എന്തിനല്ലേ നല്ലത് എഴുതി നന്നായി ജീവിച്ചൂടെ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഇനി ആരെ കുറിച്ച് എന്ത് എഴുതിയാലും നേരെ കംപ്ലൈന്റ് ചെയ്യുക, നേരെ പോയാൽ മതി. ഇനി പരിപാടി അതേ ഉള്ളൂ. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. ഫോളോ ചെയ്തേക്കണേടാ. വരട്ടെ. പോട്ടെ.